എറണാകുളം പറവൂരിൽ ക്രിമിനൽ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് തോക്കുകൾ പിടിച്ചെടുത്തു. വെടിമാറ റിയാസിന്റെ വീട്ടിൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. റിയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ മാവിൻചോട് മാഞ്ഞാലി ഭാഗത്ത് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് റിയാസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും അതോടൊപ്പം 9 ലക്ഷം രൂപയും 20 വെടിയുണ്ടകളും പിടിച്ചെടുത്തത്. ഇയാൾ മുൻപ് 7ഓളം കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ആലുവ റൂറൽ മേഖല കേന്ദ്രീകരിച്ച് നിരവധി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് ഇത്തരത്തിൽ സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്താൻ പോലീസ് തീരുമാനിച്ചത്. അങ്ങനെയാണ് റിയാസിന്റെ മുൻ പശ്ചാത്തലമെല്ലാം കേന്ദ്രീകരിച്ച് ഇന്ന് വീട്ടിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്തരം വസ്തുക്കൾ കണ്ടെത്തിയത്. ഏതെങ്കിലും തരത്തിൽ പുതിയ അക്രമ പദ്ധതികളോ അല്ലെങ്കിൽ അത്തരം ഇവർ പ്ലാൻ ചെയ്തിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇപ്പോഴും റിയാസിന്റെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. ക്രിസ്റ്റീന. വിഷ്ണു, അതേപോലെ തന്നെ ഇത്തരത്തിൽ പലപ്പോഴും ഈ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പരിശോധന. ഇനി ഈ ഒരു കേസിൽ ഏത് രീതിയിലായിരിക്കും പോലീസിന്റെ നീക്കം? ക്രിസ്റ്റിനെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആലുവ കൊണ്ടോട്ടി ജംഗ്ഷന് സമീപത്ത് വാഹനത്തിലെത്തിയ സംഘം 4 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കടന്നു കളഞ്ഞത്. അത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആലുവയിൽ വർദ്ധിച്ചു വരുന്നു എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഇത്തരം ഗുരുതരമായ വസ്തുക്കൾ, അതായത് 4 തോക്ക് ഉൾപ്പെടെ 9 ലക്ഷം രൂപയും വെടിയുണ്ട ഉൾപ്പെടെയാണ് കണ്ടെത്തിയത്. ഗുരുതര സ്വഭാവമുള്ള കേസ് തന്നെയാണ്. ഇവരെന്തിനാണ് ഇത്തരം വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. റിയാസിന് മുൻപ് 7ഓളം കേസുകളിലെ പ്രതിയാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ അക്രമ പദ്ധതികൾ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു, അക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഗൗരവ സ്വഭാവമുള്ള കേസായി തന്നെ പോലീസ് ഇത് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ റിയാസിന്റെ വീട്ടിലെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമാണ് ഇതിലെന്താണ് ഈ വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ തോക്കുൾപ്പെടെ വീട്ടിൽ കരുതാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.